അങ്ങനെ 2025 ചിനക്കത്തൂർ പൂരം കാണാൻ വേണ്ടി കാലത്തെ വീട്ടിൽ നിന്ന് ഇറങ്ങി. അവിടെ ചെന്നപ്പോ തേര് റെഡിയാകാൻ വേണ്ടി തൊട്ട് അടുത്തിരിക്കുന്ന കഥകളി വേഷത്തോട് സാമ്യമായിട്ടുള്ള ഒരു വേഷം കെട്ടി ഇരിക്കുന്ന 2 കുട്ടികളെ കണ്ടു. ഈ തേര് അവിടെ ചെന്ന് ഭഗവതിയെ കണ്ട് വണങ്ങി, വെളിച്ചപ്പാടിനെ കണ്ടു വണങ്ങി അതിന് ശേഷമാണ് കുതിരകളി സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതിനുള്ള ആനപ്പൂരവും കഴിഞ്ഞതിന് ശേഷമാണ് ഇത് വരുന്നത്. ഈ വേഷം കെട്ടി നൃത്തം ചെയ്യുന്ന കുട്ടികളെ കാണാൻ വളരെ മനോഹരമാണ്. അതേപോലെ തന്നെ ഈ താളത്തിനൊത്ത് അവർ നൃത്തം ചെയ്യുന്നത് കാണാൻ മോർണിംഗിൽ കാലത്തെയുള്ള സൂര്യപ്രകാശത്തിൽ ആ നൃത്തം ചെയ്യുന്നത് കാണാൻ ഒരു പ്രത്യേക ഭംഗി തന്നെയാണ്. ഭംഗി അതെല്ലാം ഒരു പ്രത്യേക ഊർജമാണ് അത് കണ്ട് ഇത് നിൽക്കാൻ വേണ്ടി. ഇതിന് ശേഷമാണ് നമ്മൾ കുതിരകളി തുടങ്ങാൻ പോകുന്നത്. അതോടൊപ്പം തന്നെ ഓരോ ദേശത്തു നിന്നും ഓരോ കാളകൾ വന്ന് ദേവിയെ വന്ന് വണങ്ങിയിട്ട് പോകുന്നുണ്ട്. ഓരോ കുടുംബത്തിലെ മുതിർന്നവരും ചെറിയവരുമായിട്ടുള്ള സ്ത്രീകൾ കാളിയെ കണ്ട് നൃത്തം ചെയ്തും പാട്ടുപാടിയും എല്ലാം ഈ വർഷത്തെ 2025 ഭഗവതിയെ വണങ്ങിയിട്ട് പോണത് കാണാൻ വളരെ മനോഹരമാണ്. ഇത് ഓർമ്മ വന്നത് കൊടുങ്ങല്ലൂര് നടക്കുന്ന ഇതുമായിട്ട് എനിക്ക് വളരെ സാമ്യത തോന്നി എനിക്ക്. പിന്നെ ഇതോടൊപ്പം തന്നെ അവരുടെ ബാൻഡ് മേളവും ഓരോ ദേശക്കാർക്കും അവരുടേതായിട്ടുള്ള ബാൻഡ് മേളവും എന്താ പറയാ പ്ലോട്ടുകളും ഉണ്ട് കേട്ടോ. ശിവന്റെയും പാർവതിയുടെയും അല്ലെങ്കിൽ ഓരോരോ പ്ലോട്ടുകൾ ഒക്കെ ആയിട്ടായിരിക്കും ഇവർ വരുന്നത്. ജനസാഗരം എന്ന് പറയാൻ പറ്റുന്ന വെച്ചാൽ അത്രക്ക് ജനങ്ങളാണ് ഈ ചിനക്കത്തൂർ പൂരം കാണാൻ വേണ്ടി വരുന്നത്. ഒരു കാലത്ത് ഇതൊരു ചിനക്കത്തൂർ കാവ് എന്നാണ് ശരിക്കും പറയേണ്ടത്. ചിനക്കത്തൂർ കാവ്. കാരണം അമ്പലത്തെക്കാളും കൂടുതൽ അമ്പലം അധികം പഴക്കമുള്ള അമ്പലമല്ല, പക്ഷെ ചിനക്കത്തൂർ കാവാണ് പിൽക്കാലത്ത് വളർന്നു വന്ന ചിനക്കത്തൂർ പൂരം നടക്കുന്ന ഒരു ഇതായി മാറി. അതിനൊരു ചരിത്രവും കഥകളും ഒക്കെ ഉണ്ട്. അതിന് പകൽപൂരം തുടങ്ങിയിരുന്നു. പകൽപൂരത്തിന് ആനയും വെഞ്ചാമരവും എന്താ പറയാ ചെണ്ടമേളവും എല്ലാം കൊഴുപ്പിച്ചുകൊണ്ട് ചിനക്കത്തൂർ പൂരം 2025 അതിമനോഹരമായി ജനാവലിയോടുകൂടി കൊണ്ടാടിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതേപോലെ പോലീസുകാരുടെ ഒരു എന്താ പറയാ ആ പോലീസ് കൺട്രോളിങ്ങിനെ കുറിച്ച് പ്രത്യേകം എടുത്തു പറയണം. ആ കൂട്ടത്തിലെ ഒരു പോലീസുകാരൻ ഞാൻ ഈ ക്യാമറയും കൊണ്ട് നടക്കുന്നുണ്ടപ്പോൾ അയാൾക്ക് ഒരാഗ്രഹം കണ്ടിട്ട് എന്നോട് ഇത് ഏത് ക്യാമറയാണ് എന്നൊക്കെ കുശലാന്വേഷണം നടത്തുകയും ചെയ്തു. ആനകൾ ഇങ്ങനെ നിരന്നു നിൽക്കണമെന്നത് കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ്. ഇത്രയും ആനകൾ കാര്യം ആനയ്ക്കതൊരു ഭംഗി എന്താ സുഖമുണ്ടായില്ലെങ്കിൽ നമ്മൾ മനുഷ്യന്മാർക്ക് ആന ഇങ്ങനെ നിരന്ന് നിന്ന് അതിന് പുറത്ത് വെഞ്ചാമരം വീശി കുടമാറ്റം ചെയ്ത് ഒക്കെ എന്താ പറയുക എന്താ പറയുക ചെണ്ടമേളം കേട്ട് ഇങ്ങനെ നിൽക്കാൻ അതൊരു പ്രത്യേക സുഖം തന്നെയാണ്. ഈ നമ്മൾ ഈ ഉത്സവം ആഘോഷിക്കുക അല്ലെങ്കിൽ ഉത്സവത്തിനെ ആഘോഷിക്കണം അല്ലെങ്കിൽ ഉത്സവം മനസ്സുകൊണ്ട് ഇത് എന്താ പറയാ ആഘോഷിക്കുന്ന ആൾക്കാർക്ക് ഒരു പ്രത്യേക സുഖം തന്നെയാണ് ഈ ഇങ്ങനെ ചെണ്ടമേളം കേട്ട് ഒക്കെ നിൽക്കാനായി. കുതിരകളി കാണാൻ വെയിറ്റ് ചെയ്യണേ കേട്ടോ. 15 മിനിറ്റ്സിനുള്ളിൽ നമുക്ക് കുതിരകളി തുടങ്ങും. നല്ല രസകരമായിട്ടുള്ള കുതിരകളിയാണ്. ഇവിടെ കുതിരകളി കാണാൻ റെഡിയായി നിൽക്കുന്ന ആൾക്കാരെയും കുതിരകളെയും കാണാം. ഷൂട്ട് ചെയ്യണതിൻ്റെ ഇടയിൽ ശ്രദ്ധിക്കപ്പെട്ട ഒരു കുടുംബം വന്നിട്ട് ഷോപ്പ് ചെയ്യാൻ നിന്ന ഒരു ദൃശ്യം എൻ്റെ ക്യാമറയിൽ പെട്ടു.
നല്ല ഭംഗിയുണ്ടായിരുന്നത്. അതേപോലെ തന്നെ കുതിരകളി തുടങ്ങുന്നതിന് മുമ്പ് പാട്ട് പാടി വായത്താരി പാടി എന്താണ് തുടക്കം കുറിക്കുന്ന കുറെ നാട്ടുകാരെയും ഞാൻ കണ്ടു കേട്ടോ. കുതിരയുടെ സൈഡില് വിളക്കും കൊണ്ട് നിൽക്കുന്ന ഒരു ആളെല്ലാ കുതിരകളുടെയും സൈഡിലുണ്ടാവും. ആ കൂട്ടത്തില് ഒരു പയ്യനെയാണ് ഈ കുതിരയിൽ ഞാൻ കണ്ടത്. അതേപോലെ തന്നെ കേരളത്തിന് പുറത്തുനിന്നും ഒക്കെ വരുന്ന നാടോടികള്, അവിടെ വസ്ത്രങ്ങളും ബലൂണുകളും ഒക്കെ വിൽക്കാൻ വരുന്ന ആളുകൾ, ഇതെല്ലാം ശരിക്കും പറഞ്ഞ ഒരു പൂരത്തെ നമുക്ക് പഴയ കാലഘട്ടത്തിലോട്ട് ശരിക്കും പറഞ്ഞ ഈ പൂരം നമ്മളെ കൊണ്ടുപോകും. ഓരോ കുതിരകളെ ആനയിച്ചു കൊണ്ടുവരുന്നത് അങ്ങനെ കുതിരകളി തുടങ്ങാൻ റെഡിയായി. വെളിച്ചപ്പാട് ചെന്ന് കുതിരകളെ എല്ലാരും ആനയിച്ചു കൊണ്ടുവന്ന ഒരു പരിപാടിയുണ്ട്. ഓരോ കുതിരകളായി അമ്പലത്തിന് മുന്നിലേക്ക്, ദേവിയുടെ മുന്നിലേക്ക് വന്ന് നിൽക്കാൻ തുടങ്ങി. അയ്യയ്യോ അയ്യയ്യോ എന്നുള്ള ആരവത്തോടെയാണ് കേട്ടോ ഓരോ കുതിരകളെയും ഈ ജനക്കൂട്ടം വരവേൽക്കുന്നതും തോളിലേറ്റി കൊണ്ടുവരുന്നതും. അത് വളരെ മനോഹരമായിട്ടും ശബ്ദ എന്താ പറയാ ഗാംഭീര്യമോടുകൂടി നമുക്ക് ആ ഉത്സവത്തിന്റെ ഒരു പവർ മനസ്സിൽ കൊണ്ടുവരും ശരിക്കും പറഞ്ഞു. അപ്പൊ ഇപ്പോൾ നടക്കുന്ന ഈ കുതിരകളിയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ ഓരോ കുതിരകളും ഓരോ ദേശക്കാരുടെ അല്ലെങ്കിൽ ഓരോ സ്ഥലങ്ങളിൽ നിന്ന് വരുന്ന കുതിരകളാണെന്ന് പറയുന്നത്. അമ്പലത്തിന്റെ കുതിരകളല്ല ഇത്. അപ്പൊ ഇത് അവിടെ നിന്ന് വരികയും ഇത് എന്താ പറയാ ഒരു മത്സരം പോലെ ആണ് പണ്ട് നടന്നതെന്ന് വെച്ചാൽ ആ മാമാങ്കത്തിനെ പ്രതിനിധീകരിച്ച് നടക്കുന്ന ഒരു ആചാരം എന്ന് വേണമെങ്കിൽ പറയാം. ഓരോ കുതിരകളും വന്ന് എത്ര എന്ന് വെച്ചാൽ ഇതിങ്ങനെ എറിയും മേലോട്ടിങ്ങനെ എത്രത്തോളം പൊക്കത്തിലാണോ ഇതിനെ എറിയുന്നത് അതിനനുസരിച്ച് ഇതിന്റെ എന്താ പറയാ ആ ഹൈറ്റിനനുസരിച്ചാണ് ഇതിന്റെ എന്താ പറയാ വിജയം എന്നൊക്കെ പറയുന്ന രീതിയിൽ. ഇപ്പൊ ഇത് മത്സരകളിയല്ല, ഇതിപ്പോ ഒരു ആചാരത്തിന്റെ ഉത്സവത്തിന്റെ ആചാരത്തിന്റെ ഭാഗമായിട്ട് നടക്കുന്ന ഒരു ഇത് മാത്രമാണ്. അങ്ങനെ ഓരോ കുതിരകളും വെളിച്ചപ്പാടിന് മുന്നിൽ ഭഗവതിക്ക് മുന്നിൽ വന്ന് വണങ്ങി അയ്യയ്യോ അയ്യയ്യോ വിളികളോടുകൂടി കുതിരകളി തുടങ്ങി. ഇതിനകത്ത് ഓരോ കുതിരകളും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സാമൂതിരിയുടെ പടയാളി അല്ലെങ്കിൽ പടയാളികളെ അനുസ്മരിപ്പിക്കുന്നതാണ്. ഇതിൽ ഏതോ ഒരു കുതിര കൊച്ചി രാജാവിനെ അനുസ്മരിപ്പിക്കുന്നതാണ് എന്നും പറയുന്നുണ്ട്. ഈ കുതിരകളിൽ ഈ കുതിരയെ ചുമന്നു വരുന്നവരുടെ ആവേശം, പിന്നെ അയ്യയ്യോ അയ്യോ അയ്യയ്യോ അയ്യയ്യോ വിളി സത്യത്തിൽ വേറെ എങ്ങും ഞാൻ കേട്ടിട്ടില്ല. അങ്ങനെ രാമലക്ഷ്മണന്മാര് സീതയെ അന്വേഷിച്ച് കാട്ടിലൂടെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് കൂടെ ഭഗവതിയും അയ്യപ്പനും ഉണ്ടായിരുന്നു. അങ്ങനെ അവർക്ക് വിശ്രമിക്കാൻ വേണ്ടി ഒരു സ്ഥലം വേണമെന്ന് ഭഗവതിയോടും അയ്യപ്പനോടും അവര് പറയണേ. അതിന്റെ ഭാഗമായി അയ്യപ്പനും ഭഗവതിയും കൂടി സ്ഥലം അന്വേഷിച്ച് വിശ്രമിക്കാൻ പോകുകയും പോയവരെ തിരിച്ച് കുറെ നേരമായിട്ട് കാണാണ്ടാവുകയും ചെയ്യുമ്പോൾ ക്ഷുഭിതനായ രാമൻ അവരന്വേഷിച്ച് പോയപ്പോൾ കണ്ടത് മലയുടെ മുകളിൽ വിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന അയ്യപ്പനെയും ഭഗവതിയുമാണ്. അവിടെ ചെന്ന് ക്ഷുഭിതനായ രാമൻ അയ്യപ്പനെ സൗത്ത് ഡയറക്ഷനിലേക്ക് തള്ളിയിടുകയും ഉരുണ്ടു വന്ന് വീണ് അവിടെ ഒരു ക്ഷേത്രം ഉണ്ടാവുകയും ഭഗവതിയെ ഒരൊറ്റ അടി കൊടുത്ത് പറഞ്ഞു വിടുകയും ചെയ്തു. അങ്ങനെ അടികൊണ്ട് ഭഗവതി അയ്യയ്യോ അയ്യയ്യോ എന്നും പറഞ്ഞു ഓടി ചിനക്കത്തൂര് വന്ന് ഇരുന്നു എന്നാണ് മിത്ത് പറയുന്നത്. രസകരമായിട്ടുള്ള മിത്താണ്, പക്ഷെ മിത്ത് എപ്പോഴും മിത്തായിട്ട് തന്നെ നിൽക്കും. അങ്ങനെ കുറെ മിത്ത് ഒരു അമ്പലത്തിന്റെ ഇത് ഭാഗമായിട്ട് ഒരുപാട് മിത്തുകൾ ഉണ്ടാവും. പക്ഷെ ഇത് ഭയങ്കര രസകരമായിട്ട് എനിക്ക് തോന്നി.